നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ദക്ഷിണ ഗുജറാത്തിലൂടെ കേരളത്തിലേക്ക് പോകുന്ന ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്നു. നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ്, ഇൻഡോർ തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് വഴി തിരിച്ചുവിട്ടത്. ഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസും വഴി തിരിച്ചുവിടും. ഡൽഹിയിൽ നിന്ന് ലാൽകുമാർ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. ലാൽകുമാർ, എന്താണ് ഈ ട്രെയിനുകൾ വഴി തിരിച്ചുവിടാനുള്ള കാരണം? ഏതൊക്കെ ട്രെയിനുകളിലാണ് മാറ്റം? രാജ്യത്തുടനീളം ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ദക്ഷിണ ഗുജറാത്തിലൂടെ കേരളത്തിലേക്ക് പോകുന്ന ട്രെയിനുകൾ വഴിതിരിച്ചുവിടുന്നത്. ഇതിൽ കൂടുതൽ മലയാളികൾ കൂടുതലായി വലഞ്ഞു ഈ തീരുമാനത്തിൽ. സൂറത്തിലെ ഉദനയിൽ നിന്നും പനവേലിയിൽ എത്തുന്ന വിധത്തിലാണ് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടിരിക്കുന്നത്. വൽസാദ്, വാപി, ബോയ്സർ, വസായി റോഡ് സ്റ്റേഷനുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ട്രെയിനുകളുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസും ഈ വഴിതിരിച്ചുവിട്ട ട്രെയിനുകളുടെ കൂട്ടത്തിൽ പെടുന്നു. ഈ ട്രെയിൻ 12 മണിക്കൂറിലേറെ വൈകിയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ട്രെയിനുകൾ ഇൻഡോർ തിരുവനന്തപുരം എക്സ്പ്രസും ഇത്തരത്തിൽ വഴിതിരിച്ചുവിട്ടു. ഗംഗാനഗർ കൊച്ചുവേളി ട്രെയിനും വഴിതിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വലിയ ദുരിതമാണ് മഴ വിധിച്ചിരിക്കുന്നത്. മലയാളികൾ ഈ യാത്രാ ദുരിതം വരുന്ന തരത്തിലേക്ക് ട്രെയിനുകളുടെ സമയവും വഴിയും ക്രമീകരിച്ചിരിക്കുകയാണ് റെയിൽവേ.